ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ സമയത്ത് കഞ്ഞിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യം, ഉപ്പ്. നമ്മുടെ കഞ്ഞിക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപ്പ്. ധ്യാന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാമത്തെ വാക്യമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാമത്തെ വാക്യം. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പീൻ. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പീൻ. അതിൽ തന്നെ ഒരു സുപ്രധാന ഭാഗം, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും. ആരുടെയെങ്കിലും ഉപ്പ് തേടി നടക്കുന്നവരല്ല, നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൗ സാൾട്ട് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ ഓരോരുത്തരിലും ഉപ്പുണ്ട്. കണ്ണീരിൽ ഉപ്പുണ്ട്, വിയർപ്പിൽ ഉപ്പുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഉപ്പുണ്ട്. മനുഷ്യൻ അവൻ്റെ ജീവിതം, സംസ്കാരം, വളർച്ച ആരംഭിച്ച കാലം മുതൽ അവൻ്റെ ജീവിതത്തോട് ചേർന്ന് ഉപ്പുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഉപ്പാണ്. സുവിശേഷമില്ലാത്ത ക്രിസ്ത്യാനി ഉപ്പില്ലാത്ത ക്രിസ്ത്യാനിയാണ്. സുവിശേഷമില്ലാത്ത ക്രിസ്ത്യാനി, ആരാധനയില്ലാത്ത ക്രിസ്ത്യാനി, കാരമില്ലാത്ത ക്രിസ്ത്യാനിയാണ്. അത് ചവിട്ടിക്കളയുന്നതിനെ കൊള്ളുകയുള്ളൂ. ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ ചവിട്ട് കൊള്ളുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആരെങ്കിലും നമ്മളെ ചവിട്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിസരങ്ങളിൽ ആരെങ്കിലും നമ്മളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ അത്ഭുതമാണ്. ദൈവമേ, ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങളെ എന്തിനാണ് ചവിട്ടുന്നത്, ഞങ്ങളെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? നമുക്ക് കാരമില്ല. സുവിശേഷം അതാണ് പറയുന്നത്, കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് പ്രയോജനം. അപ്പോൾ ഈ കാരമുള്ള ഉപ്പായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഉപ്പിനേക്കാൾ ശുദ്ധമായതൊന്നും ലോകത്തില്ല. ഉപ്പിനേക്കാൾ ശുദ്ധമായതൊന്നും ലോകത്ത് ഇല്ല. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാമത്തെ വാക്യം. 9-ാം അധ്യായം 50-ാമത്തെ വാക്യം. ഉപ്പിനേക്കാൾ ശുദ്ധമായതൊന്നും ലോകത്തില്ല. ഉപ്പുണ്ടാകുന്നത് 2 കാര്യങ്ങളിൽ നിന്നാണ്. 2 കാര്യം മതി ഉപ്പുണ്ടാകാൻ, ഒത്തിരി കാര്യമൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലെങ്ങും ഉപ്പുണ്ടാക്കുന്നില്ല. ഉപ്പുണ്ടാക്കുന്ന സ്ഥലത്ത് ഈ ആന്ധ്ര പോലെയുള്ള സ്ഥലങ്ങളിലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉപ്പളങ്ങളുണ്ട്. അവിടെ ഉപ്പുണ്ടാക്കാൻ 2 കാര്യങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. ഒന്ന് ഉപ്പുണ്ടാക്കാൻ സൂര്യൻ വേണം, ഇറ്റ് നീഡ് സൺ. കഠിനമായ വെയിൽ വേണം ഉപ്പുണ്ടാകാൻ. രണ്ടാമതായിട്ട് ഉപ്പുണ്ടാകാൻ കടൽ വേണം. കടലിലെ വെള്ളം കൊച്ചു കൊച്ചു പാടങ്ങളിലേക്ക് കയറ്റി വിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത്. അതിനകത്ത് കെമിക്കലോ പ്രിസർവേറ്റീവോ ഒന്നും ചേർക്കുന്നില്ല, കളറ് ചേർക്കുന്നില്ല. പ്രകൃതിയിലുള്ള സൂര്യപ്രകാശവും കടലിലെ വെള്ളവും, ശുദ്ധമായ 2 കാര്യങ്ങൾ, ശുദ്ധമായ വെയിലും ശുദ്ധമായ കടൽ വെള്ളവും ചേർന്ന് കഴിയുമ്പോൾ ഉപ്പുണ്ടാകുകയാണ്. നല്ല തിളങ്ങുന്ന വെള്ള നിറമുള്ള ഉപ്പ് പരലുകൾ ഇങ്ങനെ മല പോലെ ഉപ്പുപാടങ്ങളിൽ കൂട്ടിയിടും. അതുകൊണ്ട് ആരാണ് ഉപ്പുള്ളവർ എന്ന് ചോദിച്ചാൽ ദൈവാനുഭവമുള്ള മനുഷ്യരാണ് ഉപ്പുള്ളവർ. നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കണം, നമുക്ക് ഉപ്പുണ്ടോ? ആത്മീയ ജീവിതം ഉപ്പാണ്, സുവിശേഷം ഉപ്പാണ്. ഉപ്പ് എന്ത് ചെയ്യുന്നു? ഉപ്പ് വസ്തുക്കളെ അഴുകാതെ സൂക്ഷിക്കുന്നു. അഴുകിയതിനെ കളയും. ഉപ്പിലിടുമ്പോൾ വരെ അഴുകിയിരുന്നതിനെ അത് കളയും. ഉപ്പിലിട്ട് കഴിഞ്ഞ് പിന്നെ അഴുകാൻ സമ്മതിക്കുകയുമില്ല. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വീട്ടിൽ നമ്മൾ എന്തും നമുക്ക് ഉപ്പിലിടാം,
ഉപ്പിലിട്ട് കഴിയുമ്പോൾ അതുവരെ അതിൻ്റെ പുറത്ത് അഴുകിയിരുന്നതെല്ലാം താഴെ അടിയും. പിന്നെ ഉപ്പിൽ കിടക്കുന്ന വസ്തുവിൻ്റെ കാതൽ അതിനകത്ത് കിടക്കും. അതാണ് ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പിനെക്കുറിച്ച് ഗ്രീക്കുകാർ പറയുന്നത് അത് മൃതശരീരത്തിൽ ആത്മാവ് വരും പോലെയാണ് ഈ ഭക്ഷണ വസ്തുക്കളിൽ ഉപ്പ് വരുന്നതെന്നാണ്. മത്സ്യത്തിലോ മാംസത്തിലോ എന്തെങ്കിലും നമ്മൾ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ അത് മൃതശരീരത്തിൽ ആത്മാവ് വരുന്നത് പോലെയാണ്. വിശുദ്ധ മാമോദീസായാലും അതാണ് സംഭവിക്കുന്നത്. ലോകപ്രകാരം ലഭിച്ച ഒരു കുഞ്ഞിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക തൈലമായി മൂർവൻ പുരട്ടി കഴിയുമ്പോൾ ഒരു വീണ്ടും ജനനം സംഭവിക്കുകയാണ്. അതുകൊണ്ട് മാമോദീസ ഒരു വീണ്ടും ജനനമാണ്. മാമോദീസ ഒരു മരണവും കൂടിയാണ്. അതൊരു ഉപ്പിലിടിയിലാണ്. പുതിയൊരു മനുഷ്യനെ സുവിശേഷത്തിൻ്റെ ഉപ്പിൽ രൂപപ്പെടുത്തുന്ന വലിയൊരു കർമ്മമാണത്. ഭക്ഷണ സാധനങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് പുതിയൊരു നിറവും പുതിയൊരു മണവും പുതിയൊരു ഗുണവും നൽകുകയാണ്, പുതിയ ജീവൻ നൽകുകയാണ്. ക്രിസ്ത്യാനി അതുപോലെയാണ്. ഈ ലോകത്തിന് പുതിയൊരു ഗുണവും പുതിയൊരു നിറവും പുതിയൊരു മണവും നൽകേണ്ടവനാണ്, പുതിയ രുചി നൽകേണ്ടവനാണ്. നമ്മളായിരിക്കുന്ന ഭവനത്തിൽ നമ്മൾ പുതിയൊരു രുചി നൽകുന്നുണ്ടോ? പുതിയൊരു ഉന്മേഷം നമ്മൾ നൽകുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എ ന്യൂ ഫ്ലേവർ, എ ന്യൂ ത്രിൽ. അച്ഛനാമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു, ചിലപ്പോൾ പലരും വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ്, വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാതെ കവലയിലിരിക്കുന്നു. എന്തുകൊണ്ട് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കാതെ കവലയിൽ പോയിരിക്കുന്നു? വീട്ടിലൊരു പുതിയ രുചിയും പുതിയൊരു ഉന്മേഷവും പുതിയൊരു ഗുണവും നൽകുന്നതിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. എൻ്റെ ഭവനത്തിൽ ഞാൻ ഉപ്പുള്ളവനാണോ, ഉപ്പുള്ളവളാണോ? ഉപ്പ് ജീവിതത്തിലെ വിഷങ്ങൾക്കെതിരെ പ്രതിരോധിക്കുന്നു. അതൊരു ആൻറ്റിസെപ്റ്റിക്കാണ്. സുവിശേഷം ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്. ആരാധന ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്. എന്ത് മുറിവ് പറ്റിയാലും ഉപ്പ് പുരട്ടിയാൽ മതി. എന്ത് പൊള്ളലുണ്ടെങ്കിലും ഒരുവിധപ്പെട്ടതൊക്കെ ഉപ്പുവെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങളിങ്ങനെ ഒരു പറച്ചിൽ കേട്ടില്ലേ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തത്? പലരും ഉപ്പ് ഓർക്കുന്നുണ്ട്, ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതല്ലേ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തത്. പണ്ട് യുദ്ധം നടക്കുന്ന സമയത്ത് നാട്ടുരാജ്യങ്ങളൊക്കെ തമ്മിൽ സ്ഥിരമായിട്ട് യുദ്ധമാണ്, എന്ന് യുദ്ധമാണ്. ഇപ്പോഴീ കൈയും കാലും ഒക്കെ ചിലപ്പോൾ അറുത്തു പോവും. പെട്ടെന്നൊരു മരുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് വാരി അങ്ങോട്ട് പൊത്തുക എന്നുള്ളതേ ഉള്ളത്. ഇപ്പം ഉപ്പെന്നുള്ളത് പണ്ട് കാലങ്ങളിൽ വളരെ വിലയേറിയ ഒരു സാധനമായിരുന്നു. ഇറ്റ്സ് എ പ്രഷ്യസ് തിങ്. ഇന്നാണ് ഉപ്പിന് ഏറ്റവും വിലക്കുറവുള്ളത്. ഇന്നത്തെ വില എനിക്ക് അറിഞ്ഞുകൂടാ. ഉപ്പിന് വളരെ വിലക്കുറവായിരുന്നു പണ്ടൊക്കെ. അപ്പോൾ ഇന്നതിന് വളരെ വിലക്കുറവാണെങ്കിലും പണ്ട് വളരെ വിലയായിരുന്നു. റോമൻ സൈന്യത്തിൽ ശമ്പളം നൽകിക്കൊണ്ടിരുന്നത് ഉപ്പായിരുന്നു, സാൾട്ടായിരുന്നു. അതിൽ നിന്നാണ് സാലറി എന്ന വാക്കുണ്ടായത്. സാൾട്ടിൽ നിന്നാണ് സാലറി എന്ന് പറയുന്നത്, നമ്മളെല്ലാം വാങ്ങുന്ന സാലറി എന്ന വാക്കുണ്ടായത്. പണ്ട് സാൾട്ട് തന്നെയായിരുന്നു സാലറി. ഈ സൈന്യത്തിലെ പടയാളികൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ വീട്ടുകാർക്ക് ചെലവ് നടക്കാൻ വേണ്ടി അന്ന് റോമൻ ഗവൺമെൻറ്റിന് മാത്രമേ ഉപ്പ് കാച്ചി കുറുക്കിയെടുക്കുന്നതിനുള്ള അവകാശമുള്ളൂ. ഗവൺമെൻറ് മാത്രമേ ഉപ്പ് കുറുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തു ചെയ്യും? ഈ സൈന്യം ഭർത്താക്കന്മാരെല്ലാം യുദ്ധത്തിന് പോയിരിക്കുകയല്ലേ. അപ്പം ഗവൺമെൻറ് ഉപ്പ് കുറുക്കിയെടുക്കുന്ന ഉപ്പ് പാടത്തിൽ നിന്ന് ഓരോ കിഴി ഈ സൈന്യത്തിൽ പോയിരിക്കുന്ന പടയാളിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഈ വീട്ടുകാർ ഈ കിഴിയിൽ നിന്നും കുറേ എടുത്ത് നാട്ടുകാർക്കൊക്കെ കൊടുക്കും. അന്ന് പട്ടാളക്കാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഉപ്പാണ്. ഇന്നും പട്ടാളക്കാർക്ക് കിട്ടുന്നുണ്ട്. അത് ചില ആളുകളൊക്കെ ചെന്ന് മേടിച്ച് നാട്ടിൽ വിതരണമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഉപ്പായിരുന്നു. ആ ഉപ്പ് വിതരണം ചെയ്ത് അവരുടെ അനുദിന ചെലവിങ്ങനെ നടന്നു പോകണം. പിന്നെ പട്ടാളക്കാരൻ വരുമ്പം ബാക്കി ശമ്പളവും കൊടുക്കും. അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിഷങ്ങൾക്കെതിരെ ആൻറ്റിസെപ്റ്റിക്കാണ്. യുദ്ധങ്ങൾ നടക്കുമ്പോൾ ശരീരാവയവങ്ങൾ അറുത്തുപോയാൽ പെട്ടെന്ന് പുരട്ടുന്നത് ഉപ്പാണ്. അങ്ങനെ ശരീരാവയവങ്ങൾ അറുത്ത് പോയിട്ട് യുദ്ധത്തിൽ ഒരാൾ നിൽക്കുമ്പോഴും അതിൽ പുരട്ടാൻ പോലും ഉപ്പ് കൊടുക്കാത്തവനെ നാട്ടുകാർ വിളിച്ചിരുന്ന പേരാണ് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഉപ്പ് കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷത്തിനെ കഴിയൂ. ലോകത്ത് അനേകം മതങ്ങളുണ്ട്, അനേകം പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, അനേകം ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാം മതം കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ചില ആളുകൾ അവരുടെ മതത്തിന് വേണ്ടി ഭാര്യയും പിള്ളേരെയും ഉപേക്ഷിച്ചു. ബുദ്ധൻ ഭാര്യയുടെ കൂടെ രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് വെളിപാടുണ്ടായത്. കൊച്ചു ഉണ്ടായിരുന്നു, ഇറങ്ങി ഒറ്റ പോക്കായിരുന്നു. അപ്പം ചില മതസ്ഥാപകർ ഭാര്യയും പിള്ളേരെയും ഉപേക്ഷിച്ചു.
ചില മതസ്ഥാപകര് മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ കൂടെ പോയി വലിയ വലിയ യുദ്ധങ്ങൾ ചെയ്തു. ഇസ്ലാം പോലെയുള്ള വലിയ വലിയ യുദ്ധക്കാരായിരുന്നവര്. മറ്റു ചില ആളുകൾ അവരുടെ സമ്പാദ്യം അവർ പഠിപ്പിച്ച മതത്തിന് വേണ്ടി ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒത്തിരി മതപ്രവാചകന്മാർ ലോകത്തിലുണ്ട്, ഒത്തിരി മതവും ലോകത്തിലുണ്ട്. ഭാര്യയും പിള്ളേരെയും ഉപേക്ഷിച്ചവരുണ്ട്, പൈസ ഉപേക്ഷിച്ചവരുണ്ട്, രാജ്യം ഉപേക്ഷിച്ചവരുണ്ട്, ശരീരത്തെ ഉപേക്ഷിച്ചവരുണ്ട്. എന്നാൽ ചോര കൊടുത്തവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ചോര കൊടുത്തവൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതാണ് ആ സുവിശേഷത്തിൻ്റെ ഇന്ന് വരെയുള്ള നിലനിൽപ്പ്. അതുകൊണ്ട് ലോകത്തിൽ മാറ്റം വരുത്തുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയും. അങ്ങനെ കഴിയാതെ വരുമ്പോൾ ക്രിസ്ത്യാനിയെ കാരമില്ലാത്ത ഉപ്പ് പോലെ നിലത്തിനും വളത്തിനും കൊള്ളാതെ പുറത്ത് ചവിട്ടിക്കളയേണ്ട അവസ്ഥ വരും. ലൂക്കോസിൽ അത് പറയുന്നുണ്ട്, അതിനെ പുറത്തെ ചവിട്ടിക്കളയും. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. പഴയ നിയമത്തിലെ വലിയൊരു നിർബന്ധമാണ്. നീ ഭോജനയാഗം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഉപ്പ് പുരട്ടി വേണം ബലിപീഠത്തിൽ വെക്കാൻ. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം ആരാധനയ്ക്കായിട്ട് വരുമ്പോൾ നമുക്ക് സുവിശേഷത്തിൻ്റെ ഉപ്പുണ്ടോ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ കർത്താവിൻ്റെ ഉപദേശങ്ങളുടെ ഉപ്പുണ്ടോ? ഭോജനയാഗത്തിൽ ഉപ്പ് വേണമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഉപ്പിൻ്റെ അംശം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ക്രിസ്തീയ ജീവിതത്തിൽ. ഒന്ന്, ഉപ്പെന്നാൽ കൃപയാണ്. ഉപ്പെന്നാൽ കൃപയാണ്. അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു, നമ്മൾ ഓരോ നിമിഷവും പുലരുവാനുള്ള വെളിച്ചം അന്വേഷിക്കുക. ഓരോ ചുവടും നാളെ രാവിലത്തെ കാര്യത്തിന് വേണ്ടിയല്ല, ഇന്ന് എനിക്ക് നടന്നു പോകുന്നതിനുള്ള വെളിച്ചം വേണം. അതാണ് കൃപ. കൃപാപ്രവാഹം കളമൊരുക്കിയ കൃതാർത്ഥതയാണ് ജീവിതം. അതുകൊണ്ട് ഉപ്പെന്നാൽ അതൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കൃപയാണ്. നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരാരോഗ്യം വേണം. നമ്മളെല്ലാവരും വിശ്വാസികളാണല്ലേ, അക്കാര്യത്തിൽ യാതൊരു സംശയവും ഈ ദേവാലയത്തിലിരിക്കുന്ന എല്ലാവരും വിശ്വാസം ഉള്ളവരാണ്. പക്ഷേ നിന്റെ വിശ്വാസം ആരോഗ്യമുള്ള ഒരു വിശ്വാസമാണോ? ഈസ് യുവർ ഫെയ്ത്ത് എ ഹെൽത്തി വൺ? അബ്രഹാമിൻ്റെ വിശ്വാസം ആരോഗ്യമുള്ള വിശ്വാസമായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം. അങ്ങനെ ആരോഗ്യമുള്ള വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറിയത്. നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ പോയി. നിനക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ആ കൂടാരത്തിൽ ഒരു പ്രായം ചെന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിലും അതിനോട് ചേർന്ന് നിന്നു, കുഞ്ഞുണ്ടായി. നിന്റെ ഏകജാതനായ മകനെ നീ അറക്കുക എന്ന് പറഞ്ഞപ്പോൾ അറക്കാൻ കത്തിയെടുത്തു. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായത്. എന്തുകൊണ്ട് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി എന്ന് ചോദിച്ചാൽ, അബ്രഹാമിന് ആരോഗ്യമുള്ള ഒരു വിശ്വാസ ജീവിതമുണ്ടായിരുന്നു. എ ഹെൽത്തി ഫെയ്ത്ത്ഫുൾ ലൈഫ്, എ ഹെൽത്തിയർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസ ജീവിതം ആരോഗ്യമുള്ളതാണോ? നമ്മുടെ വിശ്വാസ ജീവിതം നിലനിൽക്കുന്നതാണോ? ഈസ് ഇറ്റ് എ സസ്റ്റൈനബിൾ വൺ? നമ്മുടെ വിശ്വാസ ജീവിതത്തിന് നിലനിൽപ്പുണ്ടോ? അതോ ഇന്നൊരു വിശ്വാസം നാളെ ഒരു വിശ്വാസം? അത് കാറ്റിനാലുടയുന്ന ഓടയാണോ? അതോ മരുഭൂമിയിലെ വെറും കാറ്റാണോ? നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, അതിന് നിലനിൽപ്പുണ്ടോ? അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ആരോഗ്യമുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് നിലനിൽപ്പുണ്ടോ? സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവമേ സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. എൻ്റെ ആത്മാവ് സ്ഥിരമായിരിക്കണം. ഇന്നൊരു ഗുണം നാളെ ഒരു ഗുണമെന്നല്ല, എന്നും എൻ്റെ ഗുണം ഒന്ന് തന്നെയായിരിക്കണം. മൂന്നാമതായിട്ട്, നമ്മുടെ വിശ്വാസം പ്രത്യാശയുള്ളതാണോ? ഈസ് അവർ ഫെയ്ത്ത് എ ഹോപ്പ്ഫുൾ വൺ? പ്രത്യാശയുള്ള ഒന്നാണോ നമ്മുടെ വിശ്വാസം? അതുകൊണ്ട് വിശ്വാസം എന്നാൽ, ഉപ്പെന്നാൽ അത് കൃപയാണ് എന്ന വലിയ തിരിച്ചറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമതായിട്ട്, ഉപ്പെന്നാൽ അത് സംഭാഷണത്തിലെ വിവേകമാണ്. നമുക്ക് കൊലോസി ലേഖനത്തിൽ നമ്മൾ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിങ്ങളുടെ വാക്ക് കൃപയുള്ളതും
ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. സാൾട്ടഡ് വേർഡ്സ്. പഞ്ചാര വാക്കുകൾ പറയാൻ എല്ലാവർക്കും അറിയാം അല്ലേ? വാക്കിൽ പഞ്ചാര ചേർക്കുവാൻ. പക്ഷെ സുവിശേഷം ഒരിടത്തും പഞ്ചാര ചേർക്കാൻ പറയുന്നില്ല. ഇനി ലോകത്തിലാണ് പഞ്ചാര വർത്തമാനങ്ങൾക്ക് പ്രസക്തി. അതിലേറെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ സുവിശേഷം പഞ്ചാര വാക്കുകളെ കുറിച്ച് പറയുന്നില്ല. സുവിശേഷം പറയുന്നത് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകളായിരിക്കട്ടെ എന്നാണ് പുതിയ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ശരീരത്തിൽ ഉപ്പിലിട്ടിരിക്കുന്ന ഒരു അവയവേ ഉള്ളൂ. ഉപ്പിലാണത് കിടക്കുന്നത്. ഏതവയവമാണ്? ഉപ്പ് വെള്ളത്തിലാണത് കിടക്കുന്നത്. ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന ശരീരാവയവം ഏതാ? നാവ്. ഉപ്പിലിട്ടൊരു ശരീരാവയവം വേണമെങ്കിൽ അത് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരിക്കും, എത്രമാത്രം അതിൻ്റെ സൃഷ്ടാവിന് അതേക്കുറിച്ച് ബോധ്യമുണ്ട്. അത് ദ്രവിച്ചു പോകരുത്, അത് അഴുകിപ്പോകരുത്, അതിൽ ദുർഗന്ധം വമിക്കുന്നത് ഒന്നും അതിൽ നിന്ന് പുറപ്പെടരുത്. അതെന്നൊന്നും ഉപയോഗിക്കാനുള്ളതാണ്. അങ്ങനെയുള്ളതാണല്ലോ നമ്മൾ ഉപ്പിലിടുന്നത്. അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതിയില്ലായിരുന്നു, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വെച്ചാൽ മതിയില്ലായിരുന്നു. അകത്ത് 16 ഗ്രില്ല് മുകളിലും 16 പല്ലുകൾ മുകളിലും 16 ഗ്രില്ലുകൾ താഴെയുമായി ഉപ്പ് വെള്ളത്തിൽ ഇത്രമാത്രം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ ഒരു അവയവം. നാവ് ഒരു തീ തന്നെ അല്ലേ? ഇത് ഫോസ്ഫറസ് പോലെയാണ്, പുറത്തെടുത്താൽ കത്തും. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയത് ആയിരിക്കട്ടെ. അതുകൊണ്ട് കൃപയുള്ള വാക്കുകൾ പറയുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കൃപയുള്ള വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപ്പുള്ളവരായി മാറുകയാണ്. വാക്കിന്മേൽ നിയന്ത്രണമുള്ളവൻ ഉപ്പുള്ളവനാണ്, ഉപ്പുള്ളവളാണ്. മൂന്നാമതായിട്ട് നമുക്ക് സമർപ്പണം ഈ ഉപ്പ് ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. സമർപ്പണമുള്ളവൻ ഉപ്പുള്ള വ്യക്തികളാണ്. ആമുഖമായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 24-ാം അധ്യായത്തിൽ ഉപ്പുള്ള 4 മനുഷ്യരുണ്ട്. അവരെക്കുറിച്ചൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. അനേക സമയം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും 12 മണി എന്നൊരു സമയം എൻ്റെ സഹോദരൻ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ ഉപ്പുള്ള 4 മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലെ 64-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഇസഹാക്ക് തല പൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റിബേക്കായും തല പൊക്കി നോക്കി ഇസഹാക്കിനെ കണ്ടിട്ട് ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി. ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 24-ാമത്തെ അധ്യായത്തിൽ എന്നതാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് തൻ്റെ പ്രിയപ്പെട്ടവളായ റിബേക്കായെ വിവാഹ നിശ്ചയം ചെയ്ത് വിവാഹം കഴിക്കുന്ന കാര്യമാണ് ഈ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നാം കാണുന്നു, അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി. അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തൻ്റെ ദേശത്ത് നിന്ന് പുറപ്പെട്ടു വാഗ്ദത്ത നാട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ പ്രയാണത്തിലാണ്. വയസ്സ് ചെന്നു വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരിക്കുന്നു. അബ്രഹാം ഉപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു, പഴയ നിയമത്തിലെ ഉപ്പുള്ള ഒരു മനുഷ്യൻ. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു, ഉപ്പെന്നാൽ വിശ്വാസത്തിൻ്റെ സൂചനയാണ്. വിശ്വാസമുള്ളവനെ, ഉപ്പുള്ളവനെ യഹോവയാം ദൈവം സകലത്തിലും അനുഗ്രഹിക്കും. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് എന്നാണ് 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പുള്ള അധ്യായത്തിൽ ആ ദാസൻ ആരാണെന്ന് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ആ ദാസന്റെ പേര് പറയാവോ? അബ്രഹാമിൻ്റെ ദാസൻ എലയാസർ. അബ്രഹാമിനുള്ള സകലത്തിൻ്റെയും വിചാരകനാണ് എലയാസർ. അത്രയും വലിയ സമ്പാദ്യമാണ് അബ്രഹാമിനുള്ളത്. സ്വത്തുക്കൾ, ആടുമാടുകൾ, ആഭരണങ്ങൾ എല്ലാം അബ്രഹാമിൻ്റെ കൈവശമുണ്ട്. അതിൻ്റെ എല്ലാം വിചാരകനായിട്ട് അബ്രഹാം ആക്കി വെച്ചിരിക്കുന്നത് എലയാസറിനാണ്. അപ്പോൾ അബ്രഹാം വയസ്സ് ചെന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ കാര്യവിചാരകനായ എലയാസറിനെ വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്ത് പറഞ്ഞു? 24:2 എലയാസറിനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാവോ? നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴെ വെക്കുക.
എന്തിനാണെന്നറിയാമോ? ഒരു സത്യം ചെയ്യാനാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് അല്പം പരുവക്കേട് തോന്നും. ഒന്നീ സത്യം ചെയ്യുമ്പം തലേ കൈ വെക്കണം, അല്ലേ സത്യം ചെയ്യുമ്പം കൈ പിടിക്കണം, അല്ലെങ്കിൽ കാലേ വന്ദിച്ച് സത്യം ചെയ്യാം. ഒരു പ്രാർത്ഥനയോഗത്തിൽ ഈ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ ചോദിച്ചത്, എന്തിനാണ് ഈ തുടയുടെ കീഴിൽ കൈവെക്കുന്നത്? പെട്ടെന്നുള്ളൊരു ചോദ്യമാണ്. അപ്പം അവിടെ ഇരുന്ന വേറൊരാൾ പറഞ്ഞു, ശരിക്കും അവിടെ അമങ്ങിയിരിക്കും. നമ്മളൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നാൽ എഴുന്നേക്കത്തില്ല. അതാണെന്ന് പറയും. നമുക്ക് എന്തിനും മറുപടി കയ്യിലുണ്ടല്ലോ. എന്നാൽ അതാണോ അതിൻ്റെ ഉത്തരം? അബ്രഹാമിൻ്റെ തുടയുടെ കീഴിൽ എലയാസർ കൈവച്ച് സത്യം ചെയ്തു എന്ന് പറഞ്ഞാൽ, എലയാസർ പുട്ട് ഹിസ് ആംസ് അണ്ടർ ദി സർക്കംസിഷൻ ഓഫ് എബ്രഹാം. അതാണ്. അതിന് മുമ്പത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം പരിച്ഛേദനയേറ്റിരുന്നു. പരിച്ഛേദന എന്ന ഉടമ്പടിയുടെ കീഴിലാണ് എലയാസർ കൈവച്ചത്. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഉടമ്പടി അത് എന്നിലൂടെ, എൻ്റെ ദാസനിലൂടെ, എൻ്റെ മകനിലൂടെ, എൻ്റെ മകൻ വിവാഹം കഴിക്കുന്നവരിലൂടെ തുടർന്നു പോകണം. അതിനുവേണ്ടിയാണ് പരിച്ഛേദനയേറ്റത്. ചുമ്മാ കൊണ്ട് കൈവച്ചതല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്തിന് ആരാധിക്കുന്നു, എന്തിന് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, എന്തിന് സത്യം ചെയ്യുന്നു, എന്തിന് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വേണം. അല്ലെങ്കിൽ നമ്മൾ പറയും അവിടെ അമങ്ങിയിരിക്കാനാന്ന് പറയും. അങ്ങനത്തെ മറുപടി പറയും. അതിനല്ല. കൈവെക്കുക. ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് എൻ്റെ മകന് ഭാര്യ എടുക്കരുത്. നീ ചെന്ന് എൻ്റെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ഭാര്യ എടുക്കണം. അവൾക്ക് എൻ്റെ കൂടെ ദേശത്തേക്ക് വരൂ, നിൻ്റെ കൂടെ ദേശത്തേക്ക് വരൂ. മനസ്സില്ലെങ്കിൽ വിട്ടുപോകുന്ന ദേശത്തേക്ക് മകനെ കൊണ്ടുപോകണമോ എന്ന് എലയാസർ ചോദിച്ചു. അബ്രഹാം അവനോട്, എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകരുത്, കനാന്യരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകരുത്. എന്തു ചെയ്യണം? എൻ്റെ മകന് വേണ്ടി നീ കാണുന്ന പെൺകുട്ടിയെ നീ എൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ഇത് അബ്രഹാമിന് മാത്രം ബാധകമായ കാര്യമല്ല, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ബാധകമായ കാര്യമാണ്. എൻ്റെ മകനെ ഞാൻ കർത്താവിനെ അറിയുന്ന ഒരുവന് കൊടുക്കും, എൻ്റെ മകളെ ഞാൻ കർത്താവിനെ അറിയുന്ന ഒരുവന് കൊടുക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞ് കളയാനല്ല. എന്ത് വിശ്വാസത്തിലാണോ, എന്ത് പരിച്ഛേദനയുടെ ഉടമ്പടിയിലാണോ നമ്മൾ നിൽക്കുന്നത്, അതിലേക്ക് നമ്മുടെ തലമുറകളെ ചേർത്ത് നിർത്താനും വളർത്തിയെടുക്കാനുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. എലയാസർ കൈവെക്കുന്നതിന് മുമ്പായിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് കൈവച്ചത്. അബ്രഹാം ചോദിച്ച്, പെണ്ണിന് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമെങ്കിലോ ഇല്ലെങ്കിലോ പറ്റത്തില്ല. ഇതെല്ലാം പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം എലയാസർ അങ്ങനെ സത്യം ചെയ്തു. സ്ത്രീക്ക് നിന്നോടുകൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ അടുത്ത് നിന്ന് എലയാസർ തൻ്റെ പുത്രനായ ഇസഹാക്കിന് ഒരു പ്രിയപ്പെട്ടവളെ കണ്ടുപിടിക്കാൻ പുറപ്പെടുകയാണ്. ഞാൻ ഈ വേദഭാഗത്തിൽ 4 പേരെ കുറിച്ചാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. അബ്രഹാം, എലയാസർ ദാസൻ, ഇസഹാക്ക് മകൻ, മകൻ്റെ വുഡ് ബി റിബേക്ക. ഇങ്ങനെ 4 പേരാണ്. ഈ 4 മനുഷ്യരിലെയും ഉപ്പ് നമുക്ക് വലിയൊരു പാഠമായിരിക്കണം. അബ്രഹാമിൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവകൃപയുടെയും വലിയൊരു ഉപ്പുണ്ടായിരുന്നു. പരിച്ഛേദനയുടെ, ദൈവവുമായിട്ടുള്ള അറ്റുപോകാത്ത ബന്ധത്തിൻ്റെ ഉപ്പുണ്ടായിരുന്നു. അങ്ങനെ അബ്രഹാമിനെ നമ്മൾ ഓർക്കണം. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നു എലയാസർ, കാര്യവിചാരകൻ എന്നാണ് 24-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 24-ാമത്തെ അധ്യായത്തിൽ പേര് പറയുന്നില്ല, കാര്യവിചാരകൻ എന്നേ പറയുന്നുള്ളൂ. പുതിയ നിയമത്തിൽ ആരാണ് കാര്യവിചാരകൻ? പുതിയ നിയമത്തിലൊരു കാര്യവിചാരകനുണ്ട്. ആരാ? പരിശുദ്ധാത്മാവ്. പിതാക്കന്മാർ എഴുതുന്നു, എലയാസർ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലാണ്. പുതിയ നിയമത്തിലെ പൊരുളായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിഴലാണ് എലയാസർ. കാരണം പരിശുദ്ധാത്മാവ് പിതാവാം ദൈവത്തിനുള്ള സകലത്തിൻ്റെയും കാര്യവിചാരകനാണ്. എലയാസർ അബ്രഹാമിനുള്ള സകലത്തിൻ്റെയും കാര്യവിചാരകനാണ്. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ ദൂതിനെ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നു. എലയാസർ അബ്രഹാമിൻ്റെ ദൂതിനെ എത്തിക്കാനായിട്ട് പോവുകയാണ്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ റെബേക്കായുടെ നാട്ടിലേക്ക് പോവുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമ്യയിലെ നാഹോരിൻ്റെ പട്ടണത്തിൽ ചെന്നു. അതായത് അബ്രഹാം പുറപ്പെട്ടു പോകുന്ന പട്ടണം.
അവിടെ എത്തിയിട്ട് എലയാസർ എന്ത് ചെയ്തു? 24:10 നിങ്ങൾ ശ്രദ്ധിക്കണേ. ഉൽപ്പത്തി 24:10. നിങ്ങളോട് ഞാൻ ഈ പറയുമ്പോൾ ആ വേദഭാഗത്തൂടെ നിങ്ങളുടെ കണ്ണുകളൊന്ന് പോകണം. മുഴുവനും പറയാൻ സമയമില്ല, അതുകൊണ്ടാണ്. നാഹോരിന്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് കിണറ്റിനരികെ നിർത്തി. എലയാസറിന് അറിയാമായിരുന്നു എവിടെയാണ് തൻ്റെ ഒട്ടകങ്ങളെയും താനും നിൽക്കേണ്ടത് എന്നുള്ള സ്ഥലം അറിയായിരുന്നു. സ്ത്രീകൾ എവിടെയാണ് വരുന്നത്? വെള്ളം കോരാനാണ് വരുന്നത്. ആ വെള്ളം കോരാനുള്ള കിണറിനരികെ നിർത്തി. എന്നിട്ട് എലയാസർ എന്ത് ചെയ്തു? എലയാസർ പ്രാർത്ഥിച്ചു. എലയാസർ മൊബൈൽ ഡേറ്റ ഒന്ന് ചാർജ് ചെയ്ത് സ്ത്രീകളുടെ എല്ലാം ഫോൺ നമ്പർ എടുക്കാൻ വേണ്ടി ഒരുങ്ങുമല്ലായിരുന്നു. എലയാസർ പ്രാർത്ഥിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ സൗഹൃദങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇണകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എലയാസർ പ്രാർത്ഥിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. 11-ാമത്തെ വാക്യത്തിൽ, ഇതാ ഞാൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്തൊരു കിണറ്റരികെ നിർത്തിയിരിക്കുന്നു. എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, 12-ാം വാക്യം, എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കാം, നിന്റെ ഒട്ടകങ്ങൾക്ക് കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നിന്റെ ദാസനായ ഇസ്രായേലിനെ നിയമിച്ചവളായിരിക്കണം. കല്യാണം കഴിക്കുന്നെങ്കിൽ വെള്ളം തരുന്നവളെ കല്യാണം കഴിക്കണം. ഞാൻ ഈ വേദപുസ്തകത്തിൽ നിന്നല്ല ആദ്യമായിട്ട് ഈ വാക്ക് കേട്ടത് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ വേദപുസ്തകമൊന്നും മുഴുവനൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അത്യാവശ്യം സങ്കീർത്തനമൊക്കെ വായിച്ച് വൈകിട്ട് അത്താഴം കിട്ടാനുള്ള, കാരണം വായിച്ചില്ലേ കിട്ടത്തില്ല, അതുകൊണ്ട് അതിനനുസരിച്ച് വായനയുമായിട്ട് ഇങ്ങനെ പോവാണ്. പക്ഷെ എൻ്റെ വല്യമ്മ നന്നായി വേദപുസ്തകം വായിക്കായിരുന്നു. കുഞ്ഞിനാൾ മുതൽ തന്നെ വല്യമ്മ എന്നോട് ഇങ്ങനെ ഓരോ വേദവാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ എന്ത് നമ്മൾ ചെയ്യുന്നു അതാണ് കുഞ്ഞുങ്ങളോട്. സീരിയൽ കാണുന്നവർ അതിൻ്റെ ശാപവും അതിനകത്തെ വയലൻസും ഒക്കെ പറയും. വേദപുസ്തകം വായിക്കുന്നവർ വേദപുസ്തകത്തിലെ കാര്യം പിള്ളേരോട് പറയും. വെളുപ്പിനെ എഴുന്നേക്കാൻ താമസിക്കുമ്പോൾ വല്യമ്മേനോട് പറയും, മടിയാ നീ എത്ര നേരം കൈകെട്ടി കിടക്കും? നമ്മൾ ചാടി എഴുന്നേക്കും. കതകിൻ്റെ ചുഴുക്കുറ്റിയിൽ കതക് കിടന്ന് തിരിയുന്നത് പോലെ നീ നിൻ്റെ കട്ടിലിൽ കിടന്ന് തിരിയുന്നു, നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അങ്ങനെയൊക്കെ വല്യമ്മ എന്നോട് പറയുമായിരുന്നു. ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ വല്യമ്മ പഴയ വാക്കിയെല്ലാം മാറ്റി. കോളേജിൽ പോകാനൊക്കെ തുടങ്ങിയിട്ട് വൈകിട്ട് വന്ന് നമ്മൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പം വല്യമ്മ അവിടെ മാറിയിരുന്ന് പറയും, നിനക്കും നിൻ്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ വെള്ളം തരുന്നവളെ നീ വിവാഹം കഴിക്കണം. ഞാൻ കാപ്പി കുടിച്ചിട്ട് നോക്കി എന്നാണ് പറയുന്നത്, വേദപുസ്തകത്തിലുള്ളതാണ്. കോളേജിൽ പോകുമ്പം വല്യമ്മയ്ക്ക് അറിയാം നമ്മൾ നമ്മുടെ ഭാവി ജീവിതമൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്ന സമയങ്ങളാണ്. നിനക്കും നിൻ്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ വെള്ളം തരുന്നവളെ നീ വിവാഹം കഴിക്കണം. മക്കളോടൊക്കെ അമ്മമാർ പറയേണ്ട കാര്യമാണ് കേട്ടോ. അത് രാത്രിയൊക്കെ 11 മണിക്കും 12 മണിക്കും കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഭാര്യ കഥക് തുറന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എവിടെ പോയിരിക്കുക ഇപ്പോൾ അത് രാത്രിക്ക് എന്ന് ചോദിച്ചാൽ പിന്നെ കൺവെൻഷന് പോവുക പ്രസംഗിക്കാൻ. കൺവെൻഷൻ കഴിഞ്ഞ് കയറി വരുമ്പോൾ നിങ്ങൾക്ക് അത്താഴം കിട്ടിയോ, പോയ പള്ളി വല്ലവരും കഴിക്കാൻ വല്ലതും തന്നോ, കുടിക്കാൻ വെള്ളം വല്ലതും വേണോ എന്ന് ഭാര്യ ചോദിച്ചാൽ നമ്മൾ പിറ്റേ ദിവസം വീണ്ടും കൺവെൻഷന് പോകും അല്ലേ. അതെൻ്റെ ജീവിതത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് ജീവിതത്തിന് വെള്ളമായി, വളമായി, കൃപയായി, അനുഗ്രഹമായി നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവളാണ്. അങ്ങനെ അനേക ഭവനത്തിലെ പ്രിയപ്പെട്ടവൾ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഇവിടെ 1000 പേരിരിപ്പുണ്ടെങ്കിൽ 1000 ഭവനങ്ങളുടെ പ്രതിനിധിയാണ്. ആ ഭവനത്തിന് വെള്ളം കൊടുക്കുന്നവരാണ്. നിനക്കും നിൻ്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ വെള്ളം തരുമെന്ന് പറയും നമ്മളെ വിവാഹം കഴിക്കണം. അങ്ങനെ ഒരു അടയാളം ചോദിച്ചു, കാര്യം സാധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. കാര്യം സാധിപ്പിച്ചു തരണം, അത്ര വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുന്നതിന് മുമ്പേ എന്ത് സംഭവിച്ചു? അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുന്നതിന് മുമ്പേ ആര് വന്നു? റിബേക്ക വന്നു. അവൾ എന്ത് ചെയ്തു? 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാലെ അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. അവൾ സുന്ദരിയായിരുന്നു,
അവൾ കന്യകയായിരുന്നു, അവൾ ഉത്സാഹവതിയായിരുന്നു. ഇത് മതിയില്ലേ? 3 കാര്യങ്ങളാണ്. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ഇപ്പം കിണറ്റും കയറി നിന്ന് പോലും വെള്ളം കോരിയിട്ട് എത്ര നാളായി? കറണ്ടില്ലെങ്കിൽ പറയും ഇച്ചിരി 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ കാപ്പി അനത്താൻ. കറണ്ടില്ല, കാരണം കിണറ്റ് കയറി പോയി ഒരു തുട്ടി വെള്ളം കോരാൻ പാടാണ്. ഇവിടെ റിബേക്ക എന്ത് ചെയ്തു? റിബേക്ക കിണറ്റിൽ ഇറങ്ങി. നമ്മുടെ നാട്ടിലെ കിണറല്ല, മധ്യപൂർവ്വ ദേശത്തെ മിഡിൽ ഈസ്റ്റിലെ കിണറെന്ന് പറഞ്ഞാൽ അതിന് പടികളുണ്ട്, അനേക പടികൾ കാണും. അത്രമാത്രം ആഴത്തിൽ ചെന്നാലേ വെള്ളമുള്ളൂ. മരുഭൂമിയാണ്. ഇവിടെ ചെറപ്പുറത്ത് കിണർ കുത്തുന്ന പോലെയല്ല, മരുഭൂമിയാണ്. അതിൻ്റെ അനേക പടികൾ ഇറങ്ങിപ്പോയി. ഇവൾ അതിവേഗം പെട്ടെന്ന് കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കോരിക്കൊണ്ട് വരികയാണ്. എലിയാസർ ഇതെല്ലാം മാറി നിന്ന് നോക്കുകയാണ്. എലിയാസാറിന് റിബേക്കയെ അറിയാൻ മേല, റിബേക്കയ്ക്ക് എലിയാസാറിനെ അറിയാൻ മേല. വേഗം പാത്രം നിറച്ച് കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ എലിയാസർ അവളെ എതിരേറ്റ് ചെന്നു. എന്നിട്ട് എന്ത് ചോദിച്ചു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? നിന്റെ പാത്രത്തിലെ കുറേ വെള്ളം എനിക്ക് കുടിപ്പാൻ തരണം. ശമരിയക്കാരി സ്ത്രീയോടും കർത്താവ് ചോദിക്കുന്നത് ഇതേ ചോദ്യമാണ് സുവിശേഷത്തിൽ. അപ്പോൾ ഒരു സ്ത്രീയോട് ഒരു പാത്രം വെള്ളം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു പാത്രം വെള്ളത്തിൻ്റെ മാത്രം വിഷയമല്ല. ഒരു സ്ത്രീയോട് ഒരു പാത്രം വെള്ളം ചോദിച്ചാൽ അതൊരു താക്കോലാണ്. അത് അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു പാസ്വേഡാണ്. വേദപുസ്തകം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ എലയാസർ റിബേക്കയോട് ഒരു പാത്രം വെള്ളം ചോദിച്ചു. അപ്പോൾ റിബേക്ക എന്ത് പറഞ്ഞു? യജമാനനെ കുടിക്കുക. അതുവരെ എലയാസറിന് റിബേക്കയ്ക്ക് പരിചയമില്ല. അപ്പോൾ ഈ പരിചയമില്ലായ്മയിലും ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു പരിചിതത്വമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കല്ലാശ്ശേരിൽ ബാവായുടെ ഒരു പരിശുദ്ധനായ ഗീവർഗീസ് തിദിയൻ ബാവ തിരുമേനിയുടെ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആരാണ് ഭാഗ്യവാൻ എന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയാണ്. ആരാണ് ഭാഗ്യവാൻ? എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത നിമിഷത്തെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് ഭാഗ്യവാൻ. അടുത്ത നിമിഷം ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ജീവിതം ഒരു പിരിയൻ കോവടിയാണ്. ഓരോ വളവിലും ഒരു അനിശ്ചിതത്വമുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞ് ആരൊക്കെ കാണുമെന്ന് അറിഞ്ഞുകൂടാ. നാളെ രാവിലെ ആരെഴുന്നേൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ പിരിയൻ കോവടിയായ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിലും മുകളിൽ നിന്ന് നോക്കുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ, ദൈവം നോക്കിക്കാണുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ അവനാണ് ഭാഗ്യവാൻ, അവളാണ് ഭാഗ്യവാൻ. എന്നിട്ട് ബാബ തന്നെ ഒരു ഉദാഹരണവും അതിന് പറയുന്നുണ്ട്. ഒരമ്മയുടെ മടിയിൽ കുഞ്ഞിരിക്കുന്നു, കുഞ്ഞിൻ്റെ കൈയെത്തുന്ന ദൂരത്തൊരു മൂർച്ചയുള്ള കത്തിയും ഇരിക്കുന്നു. കുഞ്ഞിങ്ങനെ കളിക്കുകയാണ് അമ്മയുടെ മടിയിലിരുന്ന്. പക്ഷേ അമ്മ പെട്ടെന്ന് കത്തിയെടുത്ത് മാറ്റി വെക്കുന്നു. എന്താണ്? കത്തിയെടുത്ത് കുഞ്ഞിന് മുറിവ് പറ്റിയാലോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ പിരിയൻ ഗോവണികൾക്കിടയിൽ നിന്ന് എത്രമാത്രം അപകടങ്ങളെയും ആപത്തുകളെയുമാണ് ദൈവം തമ്പുരാൻ ഓരോ നിമിഷവും എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അവനാണ് ഭാഗ്യവാൻ, അവളാണ് ഭാഗ്യവാൻ. അപ്പോൾ എലയാസാറിന് അറിഞ്ഞുകൂടാ റിബേക്കയ്ക്ക് അറിഞ്ഞുകൂടാ എലയാസാറിനെ. എങ്കിലും മുകളിൽ നിന്നും താഴേക്ക് ദൈവം ചൊരിയുന്ന പരസ്പര ബന്ധത്തിൻ്റെ, ദൈവാനുഭവത്തിൻ്റെ, കൃപയുടെ ഒരു വെളിച്ചം അവരുടെ മേലെല്ലാം വീണ് കിടപ്പുണ്ട്, ഉപ്പ് വീണ് കിടപ്പുണ്ട്. അതുകൊണ്ട് എലയാസാർ റിബേക്ക പറയുകയാണ്, യജമാനനെ കുടിക്കുക. അവൾ വേഗം പാത്രം കയ്യിലെടുത്ത് ഇറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം പറയുകയാണ്, നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം. അപ്പോൾ എന്ത് പ്രാർത്ഥിച്ചോ അത് തന്നെ തന്നോട് പറയുന്ന ഒരു പെൺകുട്ടി, നിനക്കും നിന്റെ ഒട്ടകങ്ങൾക്കും വെള്ളം കോരിക്കൊടുക്കാം. പിന്നെ ആ ഒട്ടകങ്ങൾക്കും വെള്ളം കോരിക്കൊടുക്കുകയാണ്. എത്ര ഒട്ടകങ്ങളെയും കൊണ്ടാണ് എലയാസർ റിബേക്കയെ കാണാൻ പോയത്? ചോദ്യം. 10 ഒട്ടകങ്ങൾ കൊണ്ടാണ് പോയത്. 10 ഒട്ടകങ്ങളാണ്. ഒട്ടകങ്ങളെക്കുറിച്ച് പറയുന്നത്, മരുഭൂമിയിലെ ഒരു ഒട്ടകം 1 മണിക്കൂറിൽ 80 ലിറ്റർ വെള്ളം കുടിക്കുമെന്നാണ്. 80 ലിറ്റർ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ, അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. കിട്ടിയാൽ ഒരു ഒട്ടകം 80 ലിറ്റർ കുടിക്കും. കാരണം വെള്ളം കിട്ടാനില്ല. ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വെള്ളം കിട്ടുന്നത്. ഈ അബ്രഹാമിൻ്റെ അടുത്തു നിന്ന് റിബേക്കായുടെ നാട്ടിലെത്താൻ 1000 കിലോമീറ്റർ യാത്ര ചെയ്യണം.
അപ്പോൾ ഈ 1000 കിലോമീറ്റർ നടന്ന് വന്ന ഒട്ടകം തീർച്ചയായിട്ടും 80 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കും. എത്ര ഒട്ടകമുണ്ട്? 10 ഒട്ടകം. അപ്പോൾ റിബേക്ക കുറഞ്ഞത് എത്ര ലിറ്റർ വെള്ളം കോരി? 10 ഗുണം 80. ഉത്തരം 800. 800 ലിറ്റർ വെള്ളം കുറഞ്ഞത് റിബേക്ക കോരി. ഇന്ന് നമ്മുടെ റിബേക്കന്മാരൊക്കെ എത്ര ലിറ്റർ വെള്ളം കോരും? 1.5 മോട്ടർ വെച്ച് ഇങ്ങനെ അടിക്കുകയല്ലേ അല്ലേ? കറണ്ട് പോയാൽ കാപ്പിയില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളെക്കുറിച്ചും നമ്മുടെ അധ്വാനങ്ങളെക്കുറിച്ചും നമ്മുടെ ത്യാഗങ്ങളെക്കുറിച്ചുമൊക്കെ എത്രയോ പുരാണങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും ഒക്കെ നമ്മൾ തട്ടിവിടുന്നതല്ലേ. പക്ഷെ നമ്മൾ എത്രമാത്രം വെള്ളം കോരുന്നുണ്ട്, ഇനി ഞാൻ എത്രമാത്രം അധ്വാനിക്കണം, കോരണം എന്നുള്ളൊരു വലിയ പാഠം ഇവിടെ റിബേക്ക നമ്മളെ പഠിപ്പിക്കുകയാണ്. റിബേക്ക വെള്ളം കോരി എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഇസഹാക്കിനും എൻ്റെ ദാസനായ എലയാസാറിനും അതുപോലെ തന്നെ ഒട്ടകങ്ങൾക്കും കൊടുത്തു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി, ഇതെല്ലാം കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു വലിയ സമ്മാനം കൊടുക്കുകയാണ്. 10 ശേക്കൽ തൂക്കമുള്ള 2 പൊൻവളയും പൊന്മൂക്കുത്തിയും എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. നേരെ ഫോൺ നമ്പരല്ല ചോദിച്ചത്. എന്താണ് കൊടുക്കുന്നത്? നല്ലൊരു പൊൻവളയും മൂക്കുത്തിയും. അവളത് സ്വീകരിച്ചു. അതാ ഞാൻ പറഞ്ഞത്, യാതൊരു മടിയും ഉണ്ടായില്ല. ദൈവികമായ നിയോഗങ്ങളിൽ നമുക്ക് മടിയുണ്ടാകത്തില്ല. അത് അണിഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? അവിടെ അമ്മാച്ചൻ, അമ്മയുടെ ആങ്ങള. പുള്ളിയെ നമ്മൾ അറിയും. ലാബാൻ ഈ പെങ്ങടെ മകൾ ഇങ്ങനെ മൂക്കുത്തിയും വളയും ഒക്കെ ഇട്ട് വരുന്നത് കണ്ടപ്പോഴേ ലാബാന് കാര്യം പിടികിട്ടി. ലാബാൻ പറഞ്ഞു, ലാബാനോട് റിബേക്ക പറഞ്ഞു, ഒരാളവിടെ കിണറിൻ്റെ അവിടെ നിൽപ്പുണ്ട്. ലാബാൻ പെട്ടെന്ന് പറഞ്ഞു, അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്തു നിൽക്കുന്ന? അകത്തേക്ക് വരിക. അകത്തേക്ക് വന്നു. അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ വിവരങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വീണ്ടും ആദ്യം മുതൽ എലയാസർ പറയുന്നുണ്ട്. അങ്ങനെ ആ വിവാഹം അവിടെ ഉറയ്ക്കുകയാണ്. ഉറച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ റിബേക്കയുടെ അമ്മയും ലാബാനും കൂടി എലയാസാറിനോടൊരു കാര്യം പറയുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി നിങ്ങൾ ഇവിടെ ബാല നിൽക്കട്ടെ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഒരു ദിവസം രാവിലെ 10 ഒട്ടകമായിട്ട് വരുന്നു. പെണ്ണിൻ്റെ കയ്യിലോട്ട് 2 വളയും ഒരു മൂക്കുത്തി ഇടുന്നു. ഉച്ച കഴിയും പറയുകയാണ്, പോയേക്കാം. നമ്മുടെ പിള്ളേരെ നമ്മൾ വിടുവോ? ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യമായിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എലയാസാറിനെ വൈകിപ്പിക്കുകയാണ് ലാബാൻ പറയുകയാണ്, നീ കുറച്ച് ദിവസം കൂടി ഇവിടെ താമസിക്കുക. ലാബാൻ എന്ന് പറഞ്ഞാൽ തന്നെ വൈകിപ്പിക്കലിൻ്റെ ആളാണ്. ഇതേ ലാബാനാണ് ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിനെ വൈകിപ്പിക്കുക മാത്രമല്ല, ഒന്ന് കളിപ്പിക്കുകയും കൂടി ചെയ്തു. യാക്കോബ് ഇഷ്ടപ്പെട്ടത് റാഹേലിനെയാണ്. ഇഷ്ടപ്പെടാൻ കാരണമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ വളരെ മനോഹരങ്ങളായിരുന്നു. പക്ഷേ യാക്കോബിന് ആദ്യം കൊടുത്തത് ആരെയാണ്? ലേയാണ്. ലാബാൻ എന്നിട്ടൊരു ന്യായം പറഞ്ഞു, ആദ്യം ഞങ്ങൾ അനിയത്തിമാരെ കൊടുക്കാറില്ല, ചേട്ടത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ലാബാൻ എലയാസാറിനെ വൈകിപ്പിക്കുന്നു. ലാബാൻ യാക്കോബിനെ വൈകിപ്പിക്കുന്നു. ലാബാൻ എന്ന് പറയുമ്പോൾ പിതാക്കന്മാർ എഴുതുന്നു, അത് ലോകത്തിൻ്റെ പ്രതീകമാണ്, വൈകിപ്പിക്കലിൻ്റെ. ഈ ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോയില്ല, എന്താ അടുത്ത ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് പോവാം. യാക്കോബേ, നീ സങ്കടപ്പെടണ്ട, നീ ഇപ്പം അനിയത്തിയെ കിട്ടിയെങ്കിൽ പിന്നെ ചേട്ടത്തി നിൽപ്പുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, നീ ബഹളപ്പെടാതെ. പിന്നെ ഒരു 7 വർഷം കൂടെ നീ ഒന്ന് അടിമപ്പണി ചെയ്താൽ മതി. 7 വർഷം 7 ദിവസം പോലെയാണ് യാക്കോബിന് തോന്നിയത്. കാരണം അവൻ റാഹേലിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നില്ലേ. ഇന്നത്തെ പല ബന്ധങ്ങളുമൊക്കെ നമുക്ക് പരിശോധിക്കാൻ, എന്തെല്ലാം സാഹസങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ. അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ ലാബാന്റെ സാന്നിധ്യമുണ്ടോ, ലോകപ്രകാരമുള്ള ശക്തികളുടെ സാന്നിധ്യമുണ്ടോ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ? വൈകിപ്പിക്കൽ. ഈ മാസത്തെ പ്രാർത്ഥനയോത്തിന് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത മാസത്തേന് പോയാൽ മതി. ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത ഞായറാഴ്ചത്തേന് പോയാൽ മതി. ലാബാൻ, വൈകിപ്പിക്കൽ. നമ്മുടെ ജീവിതത്തിലും പൈശാചികമായ സ്വാധീനങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ നമ്മളെ വൈകിപ്പിക്കും.
നമ്മളെ വൈകിപ്പിച്ചുകൊണ്ട് മുമ്പോട്ടുള്ള നമ്മുടെ ആത്മീയ പ്രയാണത്തെ തടയും. പക്ഷേ എലയാസർ എന്ത് പറഞ്ഞു? ഞാൻ പോകും, എനിക്ക് പോയേ പറ്റൂ എന്ന് എലയാസർ അവിടെ കൃത്യമായിട്ട് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് നിർബന്ധം പിടിച്ചു കഴിഞ്ഞപ്പോൾ, ഇത് മുഴുവൻ പറയാൻ വിശദമായിട്ട് പറയാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറയുന്നത് കേട്ടോ. നിർബന്ധം പിടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനോടും ഈ അമ്മയും അമ്മാച്ചനും കൂടി റിബേക്കയോട് ചോദിച്ചു, നിനക്ക് പോകാൻ സമ്മതമാണോ? അവളല്ലേ പോകേണ്ടത്, അവൾക്ക് പോകാൻ സമ്മതമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ എന്ത് പറഞ്ഞെന്നറിയാമോ? ഐ വിൽ ഗോ, ഞാൻ പോകും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ പോകും, എൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ നിൽക്കും, എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി എനിക്ക് കുറേ വെള്ളം കോരാനുണ്ട്, എൻ്റെ മണവാളൻ എന്നെ കാത്തിരിക്കുന്നു എന്ന ഒരു വലിയ പ്രത്യാശയിൽ എലയാസറിനോടുകൂടി ഈ റിബേക്ക ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അബ്രഹാമിൽ ഒരു ഉപ്പുണ്ടായിരുന്നു. എന്തുപ്പ്? വിശ്വാസത്തിൻ്റെ ഉപ്പ്. എലയാസറിൽ ഒരു ഉപ്പുണ്ടായിരുന്നു, മധുരമുള്ള സംഭാഷണത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഉപ്പ്. വളരെ വിവേകത്തോടു കൂടി തൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യയെ കണ്ടെത്തുന്ന കാര്യവിചാരകത്വത്തിൻ്റെ ഉപ്പ്. റിബേക്കായിൽ ഒരു ഉപ്പുണ്ടായിരുന്നു. എന്തുപ്പ്? സമർപ്പണത്തിൻ്റെ ഉപ്പ്. ഇതുവരെ കാണാത്ത ഭർത്താവിന് വേണ്ടി. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ പെൺമക്കളെയും ഒക്കെ നമ്മൾ കെട്ടിക്കുന്നു, നമ്മുടെ കല്യാണം നമ്മൾ നടക്കുന്നു, നമ്മൾ ചെന്ന് കയറുന്ന ഭർത്താവിൻ്റെ വീട് നമ്മൾ കണ്ടിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പ്? ഇപ്പം ചെറുക്കൻ കാണൽ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, പലയിടത്തും അത് ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? കല്യാണത്തിൻ്റെ അന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറി വരുമ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ചെന്ന് കയറുന്ന വീട് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ ചെറുക്കൻ നമ്മുടെ വീട്ടിൽ കാണാൻ വന്നെങ്കിൽ നമുക്കൊന്ന് കാണാം എന്നുള്ളതല്ലാതെ ആ ജീവിത പരിസരങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് പെട്ടെന്ന് വെട്ടിയിട്ട പോലെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറുകയാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ, സമർപ്പണത്തിൻ്റെ ഉറപ്പിൽ റിബേക്ക പറയുകയാണ്, ഐ വിൽ ഗോ. തൻ്റെ ജീവിതത്തിൻ്റെ ഭാവി നിയോഗങ്ങളെ ഏറ്റെടുക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ഉപ്പ്, സമർപ്പണത്തിൻ്റെ ധൈര്യം റിബേക്കയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ റിബേക്ക പുറപ്പെട്ട എലയാസറിനോടുകൂടി വീണ്ടും തിരിച്ച് 900-1000 കിലോമീറ്റർ ഇങ്ങനെ ഒട്ടകത്തിൽ കയറി യാത്ര ചെയ്യുകയാണ്. ദീർഘമായ യാത്ര. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം നിങ്ങൾ ഭവനങ്ങളിൽ ചെന്നൊന്ന് വായിക്കണം. 24-ന്റെ 62 നമ്മൾ കാണുന്നു, എന്നാൽ ഇസഹാക്ക് ബെർലഹൈറോയ് വരെ വന്നു. ഇസഹാക്ക് വന്നേരം അവിടുന്ന് പുറപ്പെട്ടു. കാരണം അറിയാൻ പോയ ആൾ ഒരു പെണ്ണിനെയും കൊണ്ട് വരികയുള്ളൂ. ഇസഹാക്ക് അവിടുന്ന് ഇറങ്ങിയായിരുന്നു വീട്ടിൽ നിന്ന്. എവിടെ വരെ വന്നു? ബെർലഹൈറോയ് വരെ ഇസഹാക്ക് വന്നു. ഏകനായി വന്നു. ആരെ സ്വീകരിക്കാൻ? തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കാൻ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലെ വ്യക്തികളൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിച്ചവരാണ്. നമ്മൾ പ്രത്യേകമായിട്ട് അതൊന്ന് മനസ്സിലാക്കണം. നമുക്കിന്നൊരു കാര്യം നടത്തണമെങ്കിൽ എത്ര പേര് വേണം? ഒരു കൂട്ടം വേണം, ഒരാലോചനാ സമിതി വേണം. എന്തൊക്കെയുണ്ടെങ്കിലും അത് പൂർത്തീകരണത്തിലും എത്തത്തില്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളെയും നമ്മൾ എടുത്താൽ അവർ ഒറ്റയ്ക്ക് നേടിയവരാണ്. അവർ ദൈവത്താൽ മതിൽ ചാടിക്കടന്നവരാണ്. പെട്ടെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് ശ്രദ്ധയോടെ ഇരിക്കണം. ഞാൻ പറയാം. അബ്രഹാം ഏകനായി പുറപ്പെട്ട വിശ്വാസികളുടെ പിതാവായി. അരുളപ്പാട് കേട്ടപ്പോൾ. നോഹ ഏകനായി പെട്ടകം പണിതു. യാക്കോബ് ഏകനായി യാബോക്ക് കടവിലിരുന്നു. യോസഫ് ഏകനായി ദർശനം കണ്ട് സഹോദരങ്ങളെ കാണാൻ പുറപ്പെട്ടു. ഗിദയോൻ ഏകനായി ഗോതമ്പ് മെതിച്ചു, പരാക്രമശാലിയായി. ഏലിയാവ് ഏകനായി ആഹാബിന് മുന്നായി ഓടി. എലീശ ഏകനായി വയലിൽ 12 കാള പൂട്ടി. ശമൂവേൽ ഏകനായി ദൈവമന്ദിരത്തിൽ ഇരുന്നു, ഉറങ്ങിയില്ല. അപ്പോഴാണ് ശമൂവേലേ ശമൂവേലേ എന്നുള്ള വിളി കേട്ടത്. യോശുവ ഏകനായി എരീഹോ മതിലിൻ്റെ അരികിലിരുന്നപ്പോൾ ദൈവദൂതനെ കണ്ടു, അത് മറിച്ചിടാൻ പറ്റി. നെഹമ്യാവ് ഏകനായി തീ കൊണ്ട് കരിഞ്ഞ് യെരുശലേമിൻ്റെ മതിലുകളെ കണ്ടു. റിബേക്ക ഏകയായി തൻ്റെ ഭർത്താവിന് വേണ്ടി പുറപ്പെട്ടു. ഹാഗാർ ഏകയായി തൻ്റെ കുഞ്ഞിനെ കുറുങ്കാറ്റിൽ ഇട്ടു. നിങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കണം.
ദാവീദ് ഏകനായി ആട്ടിൻതൊഴുത്തിലായിരുന്നു, അവിടെ നിന്നാണ് വിളിച്ച് രാജാവാക്കിയത്. രൂത്ത് ഏകയായി ബോവസിന്റെ വയലിൽ കതിർ പെറുക്കാൻ പോയി, കൂടെ ആരുമില്ലായിരുന്നു. എലീശ ഏകനായി കൊച്ചു പിള്ളേരുടെ കളിയാക്കൽ കേട്ടു, മൊട്ടത്തലയാ കയറിവാ, മൊട്ടത്തലയാ കയറിവാ. ഇന്നും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പലപ്പോഴും പലരും അനേക കളിയാക്കലുകൾ കേൾക്കുന്നുണ്ട് അല്ലേ? യൂട്യൂബ് വീഡിയോയിലൂടെയും വാർത്തകളിലൂടെയും പൗരോഹിത്യത്തെ കളിയാക്കുന്നവരുണ്ട്, നേതൃത്വത്തെ കളിയാക്കുന്നവരുണ്ട്, വ്യക്തികളെ കളിയാക്കുന്നവരുണ്ട്. എലീശായും കേട്ട് കളിയാക്ക്, മൊട്ടത്തലയെ കയറിവാ, മൊട്ടത്തലയെ കയറിവാ. സംഭവിച്ചത് എന്താണ്? കളിയാക്കിയ 40ഓളം കുഞ്ഞുങ്ങൾ 2 പെൺകരടികൾ വന്ന് തിന്നുകളഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ കളിയാക്കിയാൽ, അർത്ഥമില്ലാതെ നമ്മളെ ആക്ഷേപിച്ചാൽ, ഒരു പെൺകരടി കാത്തിരിപ്പുണ്ട് എന്നോർത്തോണം. എലീശ ഏകനായി പിള്ളേരുടെ കളിയാക്കൽ കേട്ടു. യോന ഏകനായി മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വസിച്ചു. യോസഫ് ഏകനായി വിൽക്കപ്പെട്ടു. പഴയ നിയമത്തിൽ ഒരു ഏകദേശം കവർ ചെയ്തു നമ്മൾ. ഇവരൊറ്റയ്ക്കായിരുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലോ, മറിയാം ഏകയായി മാലാഖയുടെ വാക്ക് കേട്ടു ദേവാലയത്തിൽ. യോസഫ് ഏകനായി ഉറക്കമുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ മറിയാമിനെ ചേർത്തുകൊണ്ടു ആലോചന പറയാൻ ആരുമില്ലായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ഏകനായി മരുഭൂമിയിൽ സ്നാനം നടത്തി. പത്രോസ് ഏകനായി പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരയുക മാത്രമല്ല, കർത്താവിൻ്റെ മരണശേഷം ഏകനായി തലകീഴായി ക്രൂശിൽ പത്രോസ് ശ്ലീഹ തൂക്കപ്പെട്ടു. സക്കായി ഏകനായി അത്തിയിൽ കയറി. പൗലോസ് ഏകനായി ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വീണ് കിടന്നു. അവിടെ നിന്നാണ് കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ വീണിട്ട് പിന്നെ എഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ഓടാൻ തുടങ്ങിയത്. ഓടിയെന്ന് മാത്രമല്ല, പുതിയ നിയമത്തിന്റെ പകുതിയിൽ കൂടുതലും പൗലോസ് എഴുതി. ആ ദമസ്കോസിന്റെ പടിവാതിലിൽ വീണ് കിടന്നവനാണ് പുതിയ നിയമത്തിന്റെ പകുതിയിൽ കൂടുതലും എഴുതിയത്. പിന്നെ അവസാനം ഏകനായ ഒരാളുണ്ട്. അതാരാ? ഇത്രയും പറഞ്ഞിട്ടും പറയാൻ മറന്നുപോയ ഒരാൾ, വിട്ടുപോയ ഒരാൾ. ഇങ്ങി വരെ വന്നു, അബ്രഹാം മുതൽ ഇങ്ങേ അറ്റം വരെ വന്നു. ഒരാളുടെ കാര്യം കൂടെ പറയണം. ആരാ? നമ്മുടെ കർത്താവ്. അവൻ ഏകനായി കാൽവരിയിൽ കയറി. അവൻ്റെ കുരിശ് താങ്ങാൻ പോലും ആൾക്കാരെ ഓടിച്ചിട്ട് പിടിക്കണമായിരുന്നു. അവൻ ഏകനായി കാൽവരിയിൽ കയറി. പകൽ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കും, രാത്രിയിൽ ഏകനായി മലമുകളിലേക്ക് പ്രാർത്ഥിക്കാൻ പോകും. യെശയ്യാവ് 63:2 പറയുന്നു, നിന്റെ കുപ്പായം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നതെന്ത്? യെശയ്യാവ് കർത്താവിനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനോട് ചോദിക്കുന്ന ചോദ്യ. മരണത്തിനും അനേകം വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാണ്. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ കുപ്പായം ചുവന്നിരിക്കും. എന്തുകൊണ്ട്? മുന്തിരിങ്ങ എല്ലാം കൂടെ വലിയൊരു കുട്ടകത്തിലാക്കി, തുടുത്ത മുന്തിരിങ്ങയാണ്, തൊട്ടാൽ മുന്തിരിച്ചാറ് തെറിക്കുന്ന മുന്തിരിങ്ങ. അതിൽ കയറി നിന്നിങ്ങനെ ചവിട്ടുമ്പോൾ അതിൻ്റെ ചാറ് ഈ മുന്തിരിച്ചൊക്കെ ചവിട്ടുന്ന കൃഷിക്കാരൻ്റെ ദേഹത്തേക്ക് തെറിക്കും, കുപ്പായത്തിലേക്ക് തെറിക്കും. സന്ധ്യയ്ക്കയാൾ വീട്ടിൽ തിരികെ വരുമ്പോൾ ദേഹം മുഴുവൻ ചോര നിറഞ്ഞ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുന്നതായി വീട്ടുകാർക്ക് തോന്നും. ധാരെ സൂചിപ്പിക്കുന്നു? നമ്മുടെ കർത്താവിനെ സൂചിപ്പിക്കുന്നു. യെശയ്യാവ് 63 തുടക്കത്തിൽ നാം കാണുന്നു, അവൻ ഏകനായി മുന്തിരിച്ചൊക്കെ ചവിട്ടി. വീണ്ടുമാണ് പറയുന്നത്, നിന്റെ കുപ്പായം മുന്തിരിച്ചൊക്കെ ചവിട്ടുന്നവൻ്റേതുപോലെ ചുവന്നിരിക്കുന്നതെന്ത്? നമുക്ക് വേണ്ടി അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം, അവൻ്റെ വസ്ത്രം അവൻ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ അവൻ്റെ ചോരയാൽ ചുമപ്പിച്ചു. അവൻ അല്പവസ്ത്രമേ ധരിച്ചിരുന്നുള്ളൂ. ആ അല്പവസ്ത്രത്തിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ചോരയായിരുന്നു. ഇതാർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി എന്നല്ല, എനിക്ക് വേണ്ടി. നാം ഓരോരുത്തരും അങ്ങനെയാണ് പറയേണ്ടത്. നമുക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഇതെല്ലാവർക്കും വേണ്ടിയുള്ളൊരു പരിപാടിയല്ലേ? എന്നായി പോകും. ഇതെനിക്ക് വേണ്ടി. അതുകൊണ്ട് ഏകനായി പോയി എന്നുള്ള സങ്കടത്തിന് ഒരു തീർച്ചയോടെ വരണം. ഏകനായാൽ അതിൻ്റെ വിജയത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഉൽപ്പത്തി മുതൽ ഇത്രയും ഏകരായവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ആരുമെനിക്കില്ലെന്നോ ഞാൻ, ആരുമെനിക്കില്ലെന്നോ ഞാൻ ഏകയായി തീർന്നുവെന്നോ മാനസത്തിലാധി പൂണ്ടു
സാധു അന്ധനായി തീർന്നിടല്ലേ. അതുകൊണ്ട് ഏകനാവുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ വലിയൊരു യോഗ്യതയാണ്. ഏകരായവരാണ്, ഒറ്റപ്പെട്ടവരാണ് വേദപുസ്തകത്തിൽ ചരിത്രം കുറിച്ചത്. വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോയത് നാം ഇവിടെ കാണുന്നു. ഇസഹാക്ക് ഏകനായി ബെർലഹോയ് വരെ വന്നു. ബെർലഹോയ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ഹാഗാർ കുഞ്ഞിനെ മരിക്കാൻ വിട്ട സ്ഥലമാണ്. അവിടെ കുഞ്ഞങ്ങനെ കിടക്കുന്ന സമയത്ത് ദൂതൻ അവളുടെ സങ്കടത്തെ മാറ്റിക്കൊടുത്തു. അപ്പോൾ ഹാഗാർ പറയുകയാണ്, ദൈവമേ, എന്നെ കണ്ടവനെ ഞാൻ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് ബെർലഹോയ് റോയ് എന്ന പേരായി. അപ്പോൾ ഹാഗാർ തൻ്റെ കുഞ്ഞിനെ ഇട്ട സ്ഥലത്ത് ഇതാ ഇസഹാക്ക് വന്നിരിക്കുന്നു. അവിടെ ആരെയാണ് കാണുന്നത്? റിബേക്കായെ കാണുകയാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ അനുഗ്രഹം കുറയുന്നില്ല. അവിടെ തർക്കങ്ങളുണ്ട്, സാറായുടെ കുനിഷ്ടുണ്ട്, ഹാഗാറിൻ്റെ കരച്ചിലുണ്ട്, റിബേക്കായുടെ വരവുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ലൈഫ് ഈസ് എ കോക്ടെയിൽ. അതിലെല്ലാം ചേരുവയുണ്ട്, അതെല്ലാം കൂടെ ചേർന്നതാണ് ജീവിതം. ഹാഗാർ കരഞ്ഞ ബെർലഹോയ് റോയിൽ, എന്നെ കണ്ടവനെ ഞാൻ കണ്ടിരിക്കുന്നുവെന്ന് ഹാഗാർ പേരിട്ട ബെർലഹോയ് റോയിൽ ഇതാ ഇസഹാക്ക് ഏകനായി വന്നു. 24 അവസാനിക്കുകയാണ്. 24:63 നോക്കൂ. അവൻ തെക്കേ ദേശത്ത് പാർക്കുകയായിരുന്നു. വൈകുന്നേരത്തെ ഇസഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. തലപൊക്കി നോക്കണം. അബ്രഹാം തലയുയർത്തി നോക്കിയപ്പോൾ 3 ദൈവദൂതന്മാർ കൂടാരത്തിലേക്ക് വരുന്നത് കണ്ടു. യോശുവ തലയുയർത്തി നോക്കിയപ്പോൾ എരിഹോവിനരികെ ഒരു ദൂതനെ കണ്ടു. ശമരിയാക്കാരി സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോകുമ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ തലയുയർത്തി നോക്കുവീൻ, എന്തെന്നാൽ കൊയ്ത്തിനുള്ള പാടങ്ങൾ ഇതാ വെളുത്ത് വിളഞ്ഞു കിടക്കുന്നു. വേദപുസ്തകത്തിൽ അനേക തവണ ആവർത്തിച്ചിട്ടുള്ളൊരു പദമാണ് തല ഉയർത്തി നോക്കണം. ഒരു വിശ്വാസിയുടെ തല ഉയർന്നിരിക്കണം. ഉപ്പുള്ള ഒരു ക്രിസ്ത്യാനിയുടെ തല ഉയർന്നിരിക്കണം. ഇസഹാക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ റിബേക്കായുടെ ഒട്ടകക്കൂട്ടം വരുന്നത് കണ്ടു. അതുകൊണ്ട് നമ്മൾ തല താഴ്ത്തി ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കേണ്ടവരല്ല. ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും ഒന്ന് തല ഉയർത്തിയാൽ അനുഗ്രഹത്തിൻ്റെ ഒട്ടകക്കൂട്ടം വരുന്നത് കാണും. റിബേക്ക വരികയാണ്, അവൻ്റെ പ്രിയപ്പെട്ടവൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി. 64-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, റിബേക്കായും തലപൊക്കി നോക്കി. ഇസഹാക്ക് തലപൊക്കി നോക്കി, റിബേക്കായും തലപൊക്കി നോക്കി. അപ്പോൾ ഈ 1000 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഈ 1000 കിലോമീറ്ററിൽ റിബേക്കയുടെ കൂടെ ആരാണുള്ളത്? എലയാസറും കുറച്ച് ജോലിക്കാരും ഉള്ളു. അപ്പോൾ തീർച്ചയായിട്ടും 1000 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ റിബേക്ക ചോദിച്ചു കാണും, എൻ്റെ പ്രാണപ്രിയൻ എങ്ങനെയിരിക്കും? അവൻ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? അവൻ എന്ത് ഭക്ഷണമാണ് ഇഷ്ടം? അവന് ഞാൻ എന്താണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അവന് മുടി നീള കൂടുതലുണ്ടോ, മുടി കുറവുണ്ടോ? ഇതൊക്കെ ചോദിച്ചു കാണും ഇല്ലേ? എലയാസർ ധാരാളം കാര്യങ്ങൾ ഇസഹാക്കിനെ കുറിച്ചും പറഞ്ഞു കാണും. അവൻ്റെ പ്രത്യേക ടൈപ്പാണ്. അവന് പ്രാർത്ഥിക്കാൻ പോയി ഒറ്റയ്ക്കിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അവനൊരു ധ്യാനശീലനാണ് ഇസഹാക്ക്. കാരണം ഇസഹാക്ക് സ്വർഗം കൊടുത്തതാണ്, ഇസ്മയേൽ മനുഷ്യ ശരീരം കൊടുത്തതാണ്. അങ്ങനെ 2 വ്യത്യാസമുണ്ട്. ഇസഹാക്ക് കർത്താവിൻ്റെ മുൻകൂർ കൂടിയാണ്. പിതാക്കന്മാർ എഴുതുന്നു, ഇസഹാക്ക് അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻകൂർ കൂടിയാണ്. കർത്താവും അങ്ങനെ ധ്യാനിക്കാൻ പോയിരിക്കുമായിരുന്നു. സന്ധ്യയാകുമ്പോൾ ഇസഹാക്കും ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒട്ടകക്കൂട്ടത്തിൽ റിബേക്ക വരുന്നത്. കർത്താവ് ധ്യാനിച്ചപ്പോൾ എന്ത് കണ്ടു? സഭയെ കണ്ടു. ഇസഹാക്ക് ധ്യാനിച്ചതിൻ്റെ മണവാട്ടിയായ റിബേക്കയെ കണ്ടെങ്കിൽ കർത്താവ് ആരെ കണ്ടു? മണവാട്ടിയാകുന്ന സഭയെ കണ്ടു. ഇസഹാക്ക് വന്നു, റിബേക്ക വന്നു, 2 പേരും തലയുയർത്തി നോക്കി. റിബേക്ക ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. ഇതാരെന്ന് എലയാസാറിനോട് ചോദിച്ചു. അവിടെ നിൽക്കുന്ന ആ സുന്ദരൻ ആരെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു. അതാണ് നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞു. അപ്പോൾ റിബേക്ക എന്ത് ചെയ്തു? അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ പള്ളിക്കകത്തിരിക്കുന്നത് അല്ലേ? അത് പഴയൊരു രീതിയാണ്. അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി. താൻ ചെയ്തതൊക്കെയും എലയാസർ വിവരിച്ചു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി.
പരിഗ്രഹിച്ചു, അവന് ഭാര്യയായി തീർന്നു, അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തൻ്റെ അമ്മയുടെ ദുഃഖം മാറി. ഉപ്പുള്ള 4 മനുഷ്യർ: അബ്രഹാം, ദാസനായ എലയാസർ, ഇസഹാക്കിൻ്റെ ഭാര്യയായ റിബേക്ക, ഇസഹാക്ക്. ഇത് നമുക്ക് വലിയൊരു മാതൃകയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ. ഈ ഉപ്പ് പുതിയ നിയമത്തിൽ പുതുതായിട്ടുണ്ടായി വന്ന ഒരു ഉപ്പല്ല. ഈ സുവിശേഷത്തിൻ്റെ ഉപ്പ് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നു. അതാണ് ലേവിയിൽ പറയുന്നത്, നിങ്ങളുടെ ഭോജനയാഗത്തിൽ നിങ്ങൾ ഉപ്പ് പുരട്ടണം, നിന്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നീ ഉപ്പ് പുരട്ടണം, കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഉപ്പ് പുരട്ടണം, സൗഹൃദങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഉപ്പ് പുരട്ടണം, ജീവിതാധ്വാനങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ഉപ്പ് പുരട്ടണം. എന്തുപ്പ്? എൻ്റെ കർത്താവിൻ്റെ സുവിശേഷമാകുന്ന ദൈവാനുഭവമാകുന്ന ഈ ഉപ്പ്. അതില്ലെങ്കിൽ ഭാര്യാഭർത്തൃബന്ധം കാരമില്ലാത്തതായി തീരും, കുഞ്ഞുങ്ങളെ വളർത്തുന്നത് കാരമില്ലാത്തതായി തീരും, അധ്വാനങ്ങൾ കാരമില്ലാത്തതായി തീരും. അത് പുറത്ത് ചവിട്ടിക്കളയുന്നതിനെ കൊള്ളുകയുള്ളൂ. അനേക ചുറ്റുവട്ടങ്ങളിൽ ചവിട്ടപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം ദേവലോകത്ത് വന്ന ഡിവോഴ്സുകളുടെ എണ്ണം 367. 367. ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? ഒരു ദിവസം ഒരെണ്ണം വെച്ച്. കല്യാണത്തിനും എത്ര അച്ഛനുണ്ടായിരുന്നു? 10-40 അച്ഛന്മാരുണ്ടായിരുന്നു. അതേ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കേറ്ററിംഗ് ഗ്രൂപ്പായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ്റെ പിള്ളേരുടെ ഡാൻസും ഉണ്ടായിരുന്നു. പക്ഷെ പെണ്ണിട്ടിട്ട് പോയി. ഉപ്പ് വേണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പുലർത്തേണ്ടുന്ന ഈ ഉപ്പനുഭവം സ്ഥിരതയോടെ നിലനിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ പഴയ നിയമത്തിലെ ഈ സംഭവം, ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്കയെ തിരഞ്ഞെടുക്കുന്ന ഈ സംഭവം പുതിയ നിയമത്തിൻ്റെ ഒരു നിഴലാണ്. ആ വചനവും കൂടി നമ്മളൊന്ന് പഠിച്ചിട്ട് പോകണം. ഇസഹാക്ക് യേശുക്രിസ്തുവിൻ്റെയും റിബേക്ക സഭയുടെയും മുൻകുറിയാണ്. അതിന് ചില ഉദാഹരണങ്ങൾ പിതാക്കന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ദൈവാത്മാവിൽ ജനിച്ചു വാഗ്ദത്ത സന്തതിയാണ്. ഇസഹാക്ക് യാഗവസ്തുവാകുവാൻ മല കയറി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗവസ്തുവാകുവാൻ മല കയറി. ഇസഹാക്കിന്റെ ജനനത്തിൽ സാറ വിസ്മയിച്ചു, കർത്താവിന്റെ ജനനത്തിൽ മറിയാം വിസ്മയിച്ചു. ഇസഹാക്കിന്റെ ജനനത്തിൽ ദൂത സാന്നിധ്യം ഉണ്ടായിരുന്നു. 3 ദൈവദൂതന്മാർ വന്നു. കർത്താവിന്റെ ജനനത്തിലും ദൂത സാന്നിധ്യന്മാർ ഉണ്ടായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൂതന്മാർ പാടി, ദൂതന്മാർ വചനം അറിയിച്ചു. ഇസഹാക്ക് ധ്യാനശീലനായിരുന്നു. യേശുവും ധ്യാനശീലനായിരുന്നു. സന്ധ്യയാകുമ്പോൾ അവൻ മലമുകളിലേക്ക് പ്രാർത്ഥിപ്പാൻ ഏകനായി പോകും. ഇസഹാക്കിൻ്റെ അപ്പൻ മകന് വേണ്ടി മണവാട്ടിയെ ആഗ്രഹിച്ചു, അല്ലേ? അബ്രഹാം തൻ്റെ മകനൊരു കല്യാണപ്രായമായപ്പോൾ മണവാട്ടിയെ ആഗ്രഹിച്ചു. ഇസഹാക്കിന് എത്രാമത്തെ വയസ്സിലാണ് കല്യാണം നടന്നതെന്നറിയാമോ? കല്യാണം നടന്നപ്പോൾ, ഇസഹാക്കിൻ്റെ കല്യാണം നടന്നപ്പോൾ അബ്രഹാമിന് 140 വയസ്സായിരുന്നു. ഇനി പറ, ഇസഹാക്കിന് എത്ര വയസ്സായിരുന്നു? എങ്ങനെ? ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. അബ്രഹാം പുറപ്പെട്ടപ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതം തീർന്നുപോയി, കാഞ്ഞുപോയി, ഇനി എനിക്കൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്യാനില്ല എന്ന് സങ്കടപ്പെടരുത്. 75 പുറപ്പെട്ട ഒരു മനുഷ്യനാണ് 100-ാം വയസ്സിൽ മകൻ ജനിച്ച് 140-ാമത്തെ വയസ്സിൽ മകന് കല്യാണം ആലോചിച്ച് വിജയിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് ജീവിതത്തിലെ കൃപയുടെ ഒഴുക്കിനെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രായം കൊണ്ട് അളക്കരുത്. ഇസഹാക്കിൻ്റെ അപ്പൻ മകന് വേണ്ടി മണവാട്ടി ആഗ്രഹിച്ചു. നമ്മുടെ കർത്താവിൻ്റെ അപ്പനും അവന് വേണ്ടി ഒരു മണവാട്ടി ആഗ്രഹിച്ചു. ഏത് മണവാട്ടി? നാമാകുന്ന മണവാട്ടി, കുഞ്ഞാടിൻ്റെ മണവാട്ടിയായ സഭ. ഉത്തമഗീതത്തിൽ ചോദിക്കുന്നു, മരുഭൂമിയിൽ തൻ്റെ പ്രിയൻ്റെ മേൽ ചാരി വരുന്നോൾ ഇവളാർ. ആരാ? സഭ, നമ്മളാണ്.
റിബേക്കയെക്കുറിച്ചും പറയുന്നുണ്ട്. റിബേക്കയും സഭയും തമ്മിലുള്ള ബന്ധം. റിബേക്ക ഉത്സാഹിയായിരുന്നു. റിബേക്ക വെള്ളം കോരി. 1 മണിക്കൂറിൽ 800 ലിറ്റർ വെള്ളം കോരി. 1.5 പമ്പ് വെച്ചടിക്കുന്ന പോലെയായിരുന്നു. യാതൊരു ക്ഷീണവും ഇല്ലായിരുന്നു. അത്രയും ഒട്ടകങ്ങൾക്ക് വെള്ളം കോരി. റിബേക്ക ഉത്സാഹവതിയായിരുന്നു. സഭയും ഉത്സാഹവതിയായിരിക്കണം. വെള്ളം കോരണം. സുവിശേഷത്തിന് വേണ്ടി വെള്ളം കോരണം. ആരാധനയ്ക്ക് വേണ്ടി വെള്ളം കോരണം. നോമ്പ് ഉപവാസത്തിന് വേണ്ടി വെള്ളം കോരണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെള്ളം കോരണം. അപ്പോൾ അതിന് ഫലമുണ്ടാകും. റിബേക്ക വെള്ളം കോരി. അവൾ മണവാളനും ഒട്ടകങ്ങൾക്കും വേണ്ടി വെള്ളം കോരി. നാമും വെള്ളം കോരണം നമ്മുടെ കർത്താവിന് വേണ്ടി. റിബേക്ക മണവാളന്റെ ദാസനെ ആദരിച്ചു. എലിയാസർ വന്നപ്പോൾ അവന് കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും കൊടുത്തു. സഭയും മണവാളന്റെ ദാസന്മാരെ ആദരിക്കണം. റിബേക്ക പ്രിപ്പോസ് ചെയ്യപ്പെട്ടു. വാട്സപ്പിൽ കണ്ടതല്ല, ഇൻസ്റ്റേ കണ്ടിട്ടല്ലായിരുന്നു. ഈയിടെ ഒരുത്തൻ കല്യാണം കഴിച്ചു എൻ്റെ പരിചയത്തിന്. അവനോട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവിടെ കണ്ടുമുട്ടിയത്? ഞാൻ ഇൻസ്റ്റേ കേട്ടത് വെച്ചാൽ. പിന്നെ അവൻ്റെ 2-3 ഞായറാഴ്ച അവിടെ പള്ളിയിൽ പോയെന്ന്. ശരിയായിരുന്നു. കുറച്ച് നാൾ അവനെ എൻ്റെ പള്ളിയിൽ കണ്ടില്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റേ കണ്ടിട്ട് പിന്നെ 2-3 ആഴ്ച അവിടെ പള്ളിയിൽ പോയി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം അങ്ങ് നടന്നു. പ്രത്യേകിച്ച് ആരും പ്രപ്പോസ് ഒന്നും ചെയ്തില്ല. റിബേക്ക പ്രിപ്പോസ് ചെയ്യപ്പെട്ടു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ദാസൻ വന്ന് സംസാരിച്ച് മൂക്കുത്തിയിട്ട് വളയിട്ട് വെള്ളം കുടിച്ച് പ്രപ്പോസ് ചെയ്യപ്പെട്ടു. സഭയും ഉടമ്പടി ചെയ്യപ്പെട്ടു. അവൻ സഭയുടെ മണവാളനായി ഉടമ്പടി ചെയ്യപ്പെട്ടവനാണ്. റിബേക്ക ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. അമ്മ തടഞ്ഞു, അമ്മാച്ചൻ തടഞ്ഞു. പക്ഷെ റിബേക്ക എന്ത് പറഞ്ഞു? ഐ വിൽ ഗോ. ആത്മീയ കാര്യങ്ങളിൽ വൈകിപ്പിക്കലില്ല. അതുകൊണ്ട് സഭയും എന്ത് പറയണം? ഞാൻ പോകും. റിബേക്ക സർവാഭരണ വിഭൂഷതയായിരുന്നു. സഭയും സർവാഭരണ വിഭൂഷതയാണ്. ഉത്തമഗീതം 6:10 പറയുന്നു, അരുണോദയം പോലെ ശോഭയും ചൈതന്യവുമുള്ള ഇവളാറെന്ന ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്. റിബേക്ക മണവാളനോടൊപ്പം മണവറയിൽ കയറി. സഭയും മണവാളനോടൊപ്പം മണവറയിൽ കയറണം. എലിയാസർ ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ മുൻകുറിയാണ്, സഹായകൻ. എലിയാസർ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം സഹായകൻ, ഹോളി സ്പിരിറ്റ്. എലിയാസർ മാതൃകയാണ്. ഉത്തമനായ ദാസൻ, ദൂതൻ. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കാര്യവിചാരകനാണോ? കാര്യവിചാരകയാണോ? നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതാണോ? എലിയാസർ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ഒന്നാമതായി യജമാനൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചു. എൻ്റെ യജമാനന് വേണ്ടിയാണ് വന്നത്. അവകാശിയെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു. മറുപടിക്കായിട്ട് നിർബന്ധിച്ചു. നെവർ സെറ്റിൽ, കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതെല്ലാം ഉപ്പുള്ള മനുഷ്യരുടെ ലക്ഷണമാണ്. പിന്മാറ്റം അരുത്. ക്ഷീണിച്ചു പോകരുത്. വേല തികയ്ക്കാതെ അലസത കാണിക്കരുത്. അപ്പോൾ നിങ്ങൾ ദേവാലയത്തിലേക്ക് ദൈവവചനത്തിനായിട്ട് കേൾക്കാൻ വന്നിരിക്കുന്നില്ലെങ്കിൽ അതൊരു പിന്മാറ്റമില്ലായ്മയുടെ സൂചനയാണ്. നിങ്ങൾ നിരാശരായി ജീവിതത്തിൻ്റെ തീപ്പാതയിൽപ്പെട്ട് തള്ളിയുടെ കൂട്ടിൽ നിന്നും താഴേക്ക് വീണുപോയി നിലത്തിരുന്ന് വിറയ്ക്കുന്ന ഒരു കുഞ്ഞു കിളിയെ പോലെ വിറയ്ക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ദൈവവചനം കേൾക്കാനായിട്ട് ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കാനായിട്ട് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. ഈ ദേവാലയത്തിൽ ഇത്ര വലിയൊരു വിശ്വാസി സമൂഹമുണ്ടായി. അതുകൊണ്ട് അബ്രഹാമിനെ പോലെ, എലിയാസറിനെ പോലെ, റിബേക്കയെ പോലെ, സാറയെ പോലെ നമ്മൾ ഒപ്പുള്ളവരായി തീരണം. ലാബാനെ പോലെ വൈകിപ്പിക്കലിൻ്റെയും പിന്മാറ്റത്തിൻ്റെയും ആളുകളാകരുത്. ലാബാൻ അപ്പനായി ഇസഹാക്കിനെ വൈകിപ്പിച്ചു അല്ലേ? ഇസഹാക്കിൻ്റെ ദൂതനെ വൈകിപ്പിക്കാൻ നോക്കി, കല്യാണം മുടക്കാൻ നോക്കി, താമസിപ്പിക്കാൻ നോക്കി. ഇസഹാക്കിൻ്റെ മകനായി യാക്കോബിനെയും അടിമപ്പണി ചെയ്ത് ചേട്ടത്തിയെ കാണിച്ച് അനിയത്തിയെ കെട്ടിച്ച് വൈകിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. എത്രമാത്രം ഉത്സാഹത്തോടു കൂടി നാം മുമ്പോട്ട് പോകുമ്പോഴും വൈകിപ്പിക്കലിൻ്റെയും മാന്യത്തിൻ്റെയും പിന്മാറ്റത്തിൻ്റെയും ആത്മാവുമുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ നമുക്കെന്ത് വേണം? കഞ്ഞിക്ക് ഉൾപ്പുള്ളതുപോലെ വിശ്വാസ ജീവിതത്തിൽ ഉപ്പ് വേണം. ഉപ്പ് കാരമില്ലാതെ പോയാലോ അത് ചവിട്ടിക്കളയുകയത്രേ നല്ലത് എന്ന് പറയുന്നു. ഈ വാക്യം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 9:49 എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും. അപ്പം അമ്മമാർക്കെല്ലാം വലിയ സന്തോഷമായില്ലേ? എല്ലാവനും, എല്ലാവൾക്കും തീ കൊണ്ട് ഉപ്പിടും.
എല്ലാവനും മാത്രമല്ല എല്ലാവൾക്കും ഒപ്പിടും. തീ കൊണ്ട് ഒപ്പിടും. തീ കൊണ്ട് ഒപ്പിട്ട ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. 3 ദൈവദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ കയറി അനുഗ്രഹം നൽകി. പക്ഷേ അങ്ങോട്ട് തന്നെയായിട്ട് അവർ വന്നാൽ അവരൊരു വഴിക്ക് പോവുമായിരുന്നു. ഇങ്ങോട്ട് പോവുമായിരുന്നു. They are on the way to Sodom. അവർ സോതോമിലേക്കുള്ള വഴിയായിരുന്നു. കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലും തീ നിന്ന് കത്തുകയാണ്, കെടുന്നില്ല. ആ സംഭവം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രഭാഷണം നടന്നത് നമുക്ക് പലരും ലഭ്യമായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാർ പ്രസംഗിക്കുകയാണ്, ഇപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിലെത്തണം. ഓഡിയൻസിനോട് അവൾ പറയുകയാണ്, ഗോഡ് ഈസ് എ സീറോ. കാലിഫോർണിയയിൽ നടന്ന ഒരു പ്രസംഗമാണ്. വലിയ യുവാക്കന്മാരുടെയും ബിസിനസ് എൻ്റർപ്രണേഴ്സിൻ്റെയും വലിയൊരു യോഗത്തിൽ ചെറുപ്പക്കാർ പ്രസംഗിക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിലെത്താം, ഗോഡ് ഈസ് എ ബിഗ് സീറോ. പ്രസംഗം തുടങ്ങി വൈകുന്നേരം ആയപ്പോഴത്തേന് കത്താൻ തുടങ്ങി. ഇതുവരെ കെടുത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവദൂതന്മാർ അനുഗ്രഹമായി വന്നെങ്കിൽ അവരൊരു വഴിക്ക് പോകുന്ന വഴിക്ക്, നമ്മൾ പറയില്ലേ അമ്മാച്ചാ ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് വന്നതല്ല, ഒരു പോകുന്ന വഴിക്ക് കാപ്പി കുടിക്കാൻ കയറുക എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. അവർ സോതോമിലേക്കുള്ള വഴിയിലായിരുന്നു. അവിടെ ഒരു പ്രത്യേക മിഷൻ അവർക്കുണ്ടായിരുന്നു. എന്താണ്? കത്തിക്കുക. അനുഗ്രഹം നൽകുന്ന ദൈവത്തോടൊപ്പം തന്നെ തീ കൊണ്ട് ഉപ്പിടുന്ന ഒരു ദൈവമുണ്ട്. ന്യായവിധിയുടെ ഒരു നാളുണ്ട്. അവൻ്റെ 2ാമത്തെ വരവുണ്ട്. അതേക്കുറിച്ച് നമ്മുടെ ബോധ്യമുള്ളവരായിരിക്കണം അല്ലേ. സോതോം കത്തിച്ചു. എങ്ങനെ കത്തിച്ചു? ഉപ്പില്ലായിരുന്നു, ഉപ്പ് ഇറക്കി കത്തിച്ചു. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ലോഡ് കണക്കിന് ഇറക്കി കത്തിക്കും. ആകാശത്ത് നിന്ന് തീയും കൂട്ടത്തിൽ കത്തിക്കാനുള്ള ഗന്ധകം. ഗന്ധകം എന്നാൽ ഉപ്പ്. അതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ധനമുണ്ട്, എനിക്ക് ബന്ധബലമുണ്ട്, എന്നെ കത്തിക്കാൻ തമ്പുരാൻ വിചാരിച്ചാലും കത്തിക്കാനുള്ള ഉപ്പില്ലല്ലോ എന്ന് സന്തോഷിക്കരുതേ. ഉപ്പ് ഇറക്കി കത്തിക്കും. അതാണ് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ, എല്ലാവനും തീ കൊണ്ട് ഒപ്പിടും. എല്ലാ അവനും എന്ന് പറയുമ്പോൾ അമ്മമാർ ആശ്വസിക്കരുത്, എല്ലാ അവൾക്കും തീ കൊണ്ട് ഒപ്പിടും. എല്ലാവരും ആ സന്നിധിയിൽ നിൽക്കേണ്ടുന്ന ഒരു നാഴിക വരും. വാക്യം ഒരിക്കൽ കൂടി വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 50-ാം വാക്യം. ഉപ്പ് തൻ്റെത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നിനാൽ അതിന് രസം വരുത്തും. നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പീൻ. ആ ഉപ്പും സമാധാനവും നല്ല വാക്കുകളും നല്ല വിശ്വാസവും നല്ല സമർപ്പണവും അബ്രഹാമിനെ പോലെ, എലയാസറിനെ പോലെ, റിബേക്കയെ പോലെ, ഇസഹാക്കിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. നമ്മുടെ ഉപ്പിനെ കൂടുതൽ രുചിപ്പെടുത്തട്ടെ, നമ്മുടെ ഉപ്പിനെ കൂടുതൽ വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.